ഹലോ ഓൾ, നമ്മൾ ഇന്ന് ഗാർണിഷ് ഓർഡർ ആണ് പഠിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ CPC-യിലുള്ള ഒരു പ്രൊവിഷൻ ആണ്. എന്താണ് ഗാർണിഷ് ഓർഡർ, ആരാണ് ഗാർണിഷി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ പറയാൻ പോകുന്നത്. ഓർഡർ 21 റൂൾ 46A മുതൽ 46I വരെയാണ് നമ്മൾ ഗാർണിഷ് ഓർഡറിനെ പറ്റിയിട്ട് പറയാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് എന്താണ് ഗാർണിഷ് ഓർഡർ അല്ലെങ്കിൽ ആരാണ് ഗാർണിഷി എന്നൊക്കെ നോക്കാം. അപ്പൊ നമുക്കിനി എന്താണ് ഗാർണിഷി, എന്താണ് ഗാർണിഷി ഓർഡർ എന്നൊക്കെ ഉള്ളത് നോക്കാം. സോ ഗാർണിഷി എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ഡെറ്ററിനെയാണ്. ജഡ്ജ്മെന്റ് ഡെറ്റർ നമുക്ക് അറിയാം, ആരാണോ കാശ് കൊടുക്കാനുള്ളത് അല്ലെ, ആർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണോ അങ്ങനെ ഒരു വിധി വന്നിട്ടുള്ളത്, അതാണ് നമ്മൾ ജഡ്ജ്മെന്റ് ഡെറ്റർ അല്ലെങ്കിൽ JD എന്ന് പറയുന്നത്. ഈ ജഡ്ജ്മെന്റ് ഡെറ്ററിനെയാണ് നമ്മൾ ഗാർണിഷി എന്ന് പറയുന്നത്. ജഡ്ജ്മെന്റ് ഡെറ്ററിന് കാശ് കൊടുക്കാനുള്ള ആള്. അപ്പോൾ ജഡ്ജ്മെന്റ് ഡെറ്ററിനെയാണ് നമ്മൾ ഗാർണിഷി എന്ന് പറയാം. ഇനി എന്താണ് ഗാർണിഷി ഓർഡർ എന്നുള്ളതാണ്. സോ ഇറ്റ് ഇസ് എ കോർട്ട് ഓർഡർ. കോടതി ഇഷ്യൂ ചെയ്യുന്നൊരു ഓർഡറാണ്. എന്താണ് അതിനകത്ത്? കോർട്ട് ഡയറക്ട്സ് എ തേർഡ് പേഴ്സൺ കോൾഡ് ഗാർണിഷി, അതായത് ജഡ്ജ്മെന്റ് ഡെറ്ററിനോട് കോടതി ഡയറക്റ്റ് ചെയ്യാണ്. സോ ഈ ഗാർണിഷി എന്താണ്? ചിലപ്പോൾ ജഡ്ജ്മെന്റ് ഡെറ്ററിന് കാശ് കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഹി owes money to the judgment debtor. So ഇവിടെ കോടതി ആ ജഡ്ജ്മെന്റ് ഡെറ്ററിന് ആ ഒരു എമൗണ്ട് കൊടുക്കാതെ അത് ആർക്ക് കൊടുക്കണം എന്ന് പറയുന്നു? ഡയറക്റ്റ്ലി അത് ഡിഗ്രി ഹോൾഡറിന് പേ ചെയ്യാനായിട്ട് കോടതി ഇവിടെ ഓർഡർ ചെയ്യാണ്. സോ ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എ ഡിഗ്രി, ഒരു ഡിഗ്രിയിൽ സാറ്റിസ്ഫാക്ഷൻ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ടുവേർഡ്സ് ആ ഒരു എമൗണ്ടിലേക്ക് എന്ത് ചെയ്യാണ്? ഈ ഗാർണിഷിയോട് പറയാണ് ഈ ഒരു എമൗണ്ട് നിങ്ങൾ ഈ ഡിഗ്രി ഹോൾഡറിന് കൊടുക്കും. അതായത് ജഡ്ജ്മെന്റ് ഡെറ്ററിന് കൊടുക്കുന്നതിന് പകരമായിട്ട് എന്താണ് ഡിഗ്രി ഹോൾഡറിന് കൊടുക്കൂ, ഇങ്ങനെ പറയുന്ന ഒരു ഓർഡറാണ് നമ്മൾ ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത്. ഇതിൽ 3 പാർട്ടീസാണ് മെയിനായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളത്. ആരൊക്കെയാണ്? ഒന്ന് ഡിഗ്രി ഹോൾഡർ ആണ്, അതായത് ആരുടെ ഫേവറിലാണോ ഡിഗ്രി പാസ് ആയിട്ടുള്ളത് ആ ആളെയാണ് നമ്മൾ ഡിഗ്രി ഹോൾഡർ എന്ന് പറയാം. രണ്ടാമത് ജഡ്ജ്മെന്റ് ഡെറ്റർ, അതായത് ആർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണോ ഇങ്ങനെ ഒരു ഡിഗ്രി പാസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ who is liable to pay, അതാണ് നമ്മൾ ജഡ്ജ്മെന്റ് ഡെറ്റർ എന്ന് പറയാം. ആൻഡ് തേർഡ് പേഴ്സൺ ഇസ് ഗാർണിഷി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തേർഡ് പേഴ്സൺ ആയിരിക്കും. ആൻഡ് who owes money to the judgment debtor, അല്ലെങ്കിൽ അയാളുടെ അല്ലെങ്കിൽ someone who holds money belonging to the judgment debtor. ജഡ്ജ്മെന്റ് ഡെറ്ററിന്റെ കാശ് ഹോൾഡ് ചെയ്യുന്ന ഒരാളായിരിക്കും ഗാർണിഷി എന്ന് പറയാം. സോ ഈ 3 ആളുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ഗാർണിഷ് ഓർഡറിൽ ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടീസ്. സോ നമ്മളുടെ CPC-യിൽ ഓർഡർ 21 റൂൾ 46-ലാണ് ഇതിന്റെ പ്രൊവിഷൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്? അതായത് കോടതി ഇവിടെ ഓർഡർ ചെയ്യാണ്, അല്ലെങ്കിൽ പറയാണ്, ഡയറക്റ്റ് ചെയ്യാണ് ഈ ഒരു എമൗണ്ട് ഗാർണിഷി ആർക്ക് കൊടുക്കണം? ഡയറക്ട്ലി പേ ടു ദ ഡിഗ്രി ഹോൾഡർ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് റൂൾ 46 എന്താണെന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞു റൂൾ 46 മുതലാണ് നമ്മളുടെ ഈ ഗാർണിഷിയുടെ കാര്യങ്ങളൊക്കെ പറയണേ, A മുതൽ I വരെ. സോ ആദ്യം നമ്മൾ എന്താണ് ഈ റൂൾ 46 നോക്കാം. റൂൾ 46 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡീൽസ് വിത്ത് ദ അറ്റാച്ച്മെന്റ് ഓഫ് ഡെറ്റ്സ്, ഷെയർസ് ഓർ മൂവബിൾ പ്രോപ്പർട്ടി ദാറ്റ് ആർ നോട്ട് ഇൻ ദ പൊസിഷൻ ഓഫ് ദ ജഡ്ജ്മെന്റ് ഡെറ്റർ. ജഡ്ജ്മെന്റ് ഡെറ്ററിന്റെ പൊസിഷനിലല്ലാത്ത മൂവബിൾ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഷെയറുകൾ, അല്ലെങ്കിൽ ഈ ജഡ്ജ്മെന്റ് ഡെറ്ററിന്റെ ഡെറ്റ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ്, അതിന്റെ അറ്റാച്ച്മെന്റിനെ ഡീൽ ചെയ്യുന്നതാണ് റൂൾ 46 എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഗാർണിഷി പ്രൊസീഡിങ്സ്. നമ്മൾ ഈ ഒരു ഗാർണിഷി പ്രൊസീഡിങ്സിന്റെ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ റൂൾ 46-ലെ അറ്റാച്ച്മെന്റ്സ് പറയുന്നത്. ഇവിടെ എന്താണ് കോടതി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദി കോർട്ട് ഇഷ്യൂസ് എ പ്രൊഹിബിറ്ററി ഓർഡർ ആണ്. എന്ത് പ്രിവെന്റ് ചെയ്തുകൊണ്ട്, അതായത് ഈ പറയുന്ന ജഡ്ജ്മെന്റ് ഡെറ്ററിന് ആരെങ്കിലും കാശ് കൊടുക്കാനുണ്ടെങ്കിൽ അയാളോട് അത് പേ ചെയ്യുന്നതെന്ന് പ്രൊഹിബിറ്റ് ചെയ്യാണ്. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ജഡ്ജ്മെന്റ് ഡെറ്റർ അത് റിസീവ് ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് പ്രൊഹിബിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ a person holding the debtors movable property, എന്തെങ്കിലും ഒരു മൂവബിൾ പ്രോപ്പർട്ടി ഒരാൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹാൻഡ് ഓവർ ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ റൂൾ 46-ൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ കോടതി എന്ത് ചെയ്യാന്ന് അറ്റാച്ച് ചെയ്യാണ്, ഒരു ഡെറ്റ് അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ ഷെയർ അതും അല്ലെന്നുണ്ടെങ്കിൽ
ഏതെങ്കിലും ഒരു മൂവബിൾ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് നോട്ട് ഇൻ പൊസിഷൻ ഓഫ് ദ ജഡ്ജ്മെന്റ് ഡെറ്റർ. ഇത് അറ്റാച്ച് ചെയ്യാണ് ഫസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഗാർണിഷ് ഓർഡറിൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂൾ 46 പ്രകാരം ഇത് അറ്റാച്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഓരോരോ എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്. ഓക്കെ, ഇനി നമ്മൾ 46A to 46I ആണ് പറയാൻ പോകുന്നത്. ഇത് നമ്മുടെ ഗാർണിഷി പ്രൊസീഡിങ്സിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ എന്താണ് ഈ ഗാർണിഷി പ്രൊസീഡിങ്സ് എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, തുടങ്ങുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജഡ്ജ്മെന്റ് ഡെറ്ററിന് കിട്ടാനുള്ള ഒരു ഡെറ്റ് ഉണ്ടാവും അല്ലെ. ജഡ്ജ്മെന്റ് ഡെറ്റർ എന്ന് പറഞ്ഞാൽ ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണോ ഡിഗ്രി വന്നിട്ടുള്ളത് അല്ലെ, കാശ് കൊടുക്കാനുള്ള ആളാണ് ജഡ്ജ്മെന്റ് ഡെറ്റർ. ഈ ജഡ്ജ്മെന്റ് ഡെറ്ററിന് ബിലോങ്ങിങ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഡെറ്റ് ഉണ്ടാവും. ആ ഡെറ്റിന് നമ്മൾ റൂൾ 46ന്റെ അണ്ടറിൽ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രൊസീഡിങ്സ് തന്നെ ഫുൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈ ജഡ്ജ്മെന്റ് ഡെറ്ററിന് കാശ് കൊടുക്കാനുള്ള ഒരാളുണ്ടാവുമല്ലോ, തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആ ഒരു ഗാർണിഷി. ആ ഗാർണിഷിയോട് ഡയറക്ട്ലി ആ ഒരു എമൗണ്ട് കോടതിയിൽ കെട്ടിവെക്കാനായിട്ട്, അല്ലെങ്കിൽ അത് നമ്മൾ ഡിഗ്രി ഹോൾഡറിന് കൊടുത്താൽ മതി എന്ന് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിഗ്രി എമൗണ്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ആ എമൗണ്ട് അറ്റാച്ച് ചെയ്ത് വെക്കുന്നത്. സോ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഗാർണിഷി പ്രൊസീഡിങ്സിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാം, റൂൾ 46A അണ്ടറിൽ ഗാർണിഷിക്ക് ഒരു നോട്ടീസ് അയക്കും. സോ ദിസ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഗാർണിഷി പ്രൊസീഡിങ്സ്. വൺസ് ഡിഗ്രി ഹോൾഡർ ഈ പറയുന്ന തേർഡ് പേഴ്സൺ മണി ഓവ് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി അപ്രോച്ച് ചെയ്യും അല്ലെ. ഇങ്ങനൊരു ഗാർണിഷി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ആപ്ലിക്കേഷൻ കൊടുക്കും അല്ലെ. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം കോടതി എന്ത് ചെയ്യും, ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ഈ ഗാർണിഷിക്ക് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ഏത് എന്താണ് ആ ഒരു ഡെറ്റ് എമൗണ്ട് കോർട്ടിൽ പേ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ അപ്പിയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ട്, അതായത് അപ്പിയർ ചെയ്ത് വൈ ഹി ഷുഡ് നോട്ട് ബി ഓർഡർ ടു പേ, അങ്ങനെ ഒരു ക്യാഷ് കൊടുക്കാനായിട്ട്, ഒരു എമൗണ്ട് കൊടുക്കാനായിട്ട് എന്തുകൊണ്ട് എന്താണ് ഓർഡർ ചെയ്യരുതെന്നുള്ളത് പറയാനായിട്ട് അപ്പിയർ ചെയ്യാൻ പറയും. ഓക്കെ, ഈ രണ്ട് രീതിയിലായിരിക്കും നോട്ടീസ് പോവുക. ഈ നോട്ടീസ് എങ്ങനെയാ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് വെക്കുക. എ ആണ് നമ്മളുടെ ഡിഗ്രി ഹോൾഡർ, നമ്മളുടെ എന്താ ഫേവർ ആയിട്ട് ഡിഗ്രി വന്നിട്ടുള്ള ആള്. ബി എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ഡെറ്റർ ആണ്, കാശ് കൊടുക്കാനുള്ള ആള്. അപ്പൊ എക്ക് ഇവിടെ ഒരു ഡിഗ്രി കിട്ടി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ സി എന്ന് പറയുന്ന ഒരാള് ഈ ബിക്ക് കാശ് കൊടുക്കാനുണ്ട്, 2 ലക്ഷം രൂപ. ആലോചിക്കാം, സി എന്ന് പറയുന്നത് നമ്മളുടെ ഗാർണിഷിയാണ്, ജഡ്ജ്മെന്റ് ഡെറ്ററിന്റെ ഡെറ്റർ, അതായത് ജഡ്ജ്മെന്റ് ഡെറ്ററിന് കാശ് കൊടുക്കാനുള്ള ഒരാള്. അപ്പൊ 2 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കാം. കോടതി എന്ത് ചെയ്യും, ഈ പറയുന്ന ഗാർണിഷിക്ക് നോട്ടീസ് അയക്കും. ഈ ഒരു എമൗണ്ട് കോടതിയിൽ കെട്ടിവെക്കാനായിട്ടോ അല്ലെങ്കിൽ കോടതിയിൽ അപ്പിയർ ചെയ്യാനായിട്ടോ ഒരു നോട്ടീസ് അയക്കും. ഇതാണ് റൂൾ 46A. ഇനി അടുത്തതാണ് റൂൾ 46B. ഇതെന്താണ്, ഓർഡർ അഗെയിൻസ്റ്റ് ഗാർണിഷി. അതായത് ഇപ്പോൾ ഗാർണിഷി, ഇഫ് ദ ഗാർണിഷി ഫെയിൽസ് ടു പേ ദ എമൗണ്ട്, കാശ് കൊടുത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ ഡസ് നോട്ട് അപ്പിയർ ബിഫോർ ദ കോർട്ട്, ഇങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ദി കോർട്ട് മേ ഓർഡർ ഹിം ടു കംപ്ലൈ വിത്ത് ദ നോട്ടീസ്. ആ ഒരു നോട്ടീസായിട്ട് കംപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് പറയും. അപ്പോൾ കോടതി ഈ ഗാർണിഷിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഓർഡർ പാസ് ചെയ്യാണ് ചെയ്യാം. സോ സച്ച് ആൻ ഓർഡർ ക്യാൻ ബി എക്സിക്യൂട്ടഡ് അഗെയിൻസ്റ്റ് ദ ഗാർണിഷി ആസ് ഇഫ് ഇറ്റ് വേർ എ ഡിഗ്രി പാസ്ഡ് അഗെയിൻസ്റ്റ് ഹിം. അതായത് ഈ ഗാർണിഷിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പാസ് ചെയ്തൊരു ഡിഗ്രി പോലെ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഗാർണിഷി ഇങ്ങനെ കാശ് കൊടുത്തില്ല അല്ലെങ്കിൽ അപ്പിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഗാർണിഷിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടൊരു ഓർഡർ കോടതി പാസ് ചെയ്യും. ഇതാണ് 46B. ഇനി 46C ആണ് ട്രയൽ ഓഫ് ഡിസ്പ്യൂട്ടഡ് ക്വസ്റ്റ്യൻസ്. ഇനിയിപ്പം ഗാർണിഷി ഈ ഒരു എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദ ഗാർണിഷി സെയിങ് ദാറ്റ് എനിക്ക് കൊടുക്കാനില്ല, ജഡ്ജ്മെന്റ് ഡെറ്ററിന് ഇതിനൊരു കാശൊന്നും ഞാൻ കൊടുക്കാനില്ല, അല്ലെങ്കിൽ ഈ ക്ലെയിം ചെയ്തേക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്, ചിലപ്പോൾ ഞാൻ ആകെ ഇപ്പൊ പറയാണ് 2 ലക്ഷം രൂപയൊന്നും ഇല്ല, 50,000 രൂപയെ കൊടുക്കാനുള്ളൂ എന്നുള്ള രീതിയിൽ അവിടെ ഒരു ഡിസ്പ്യൂട്ട് വരാണെന്നുണ്ടെങ്കിൽ കോടതി എന്ത് ചെയ്യും, ദ കോർട്ട് വിൽ ഡിറ്റർമൈൻ ദ ഡിസ്പ്യൂട്ട് ബൈ ഫ്രെയിമിംഗ് ഇഷ്യൂ ആൻഡ് കണ്ടക്ട് ആൻ എൻക്വയറി സിമിലർ ടു എ സ്യൂട്ട്. ഒരു സ്യൂട്ടിൽ എങ്ങനെയാണോ കോടതി എൻക്വയറി ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന, ഇഷ്യൂസ് എങ്ങനെയാണോ ഫ്രെയിം ചെയ്യുന്നത്, അതുപോലെ തന്നെ കോടതി ഇതിലും ചെയ്യും. അതായത് ഇനിയൊരു ഡിസ്പ്യൂട്ട് ഗാർണിഷി ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു പ്രൊസീജിയർ വരുന്നത്. സോ അതിനുശേഷം
46D എന്താന്നുള്ളതാണ്, പ്രൊസീജിയർ വെർ ഡെറ്റ് ബിലോങ് ടു എ തേർഡ് പേഴ്സൺ. ഇനി ഒരു തേർഡ് പേഴ്സണും കൂടി ഇതിന് ക്ലെയിം ചെയ്യുമ്പോഴുള്ള കാര്യമാണ് 46Dയിൽ പറയുന്നത്. സോ സംടൈംസ് വേറൊരാൾക്കും ഇതിൽ ക്ലെയിം ഉണ്ടാവാം. അയാൾ വന്ന് പറയുകയാണെങ്കിൽ ഈ ഡെറ്റ് എനിക്കാണ്, ഇത് എനിക്ക് കിട്ടേണ്ട ഡെറ്റാണ്, അല്ലെങ്കിൽ എനിക്ക് ഈ ഡെറ്റിന്റെ മേലെ ഓൾറെഡി ലീൻ ഉണ്ട്, ഈ ജഡ്ജ്മെന്റ് ഡെറ്ററിന്റെ ഈ കൊടുക്കാനുള്ള ആ ഒരു എമൗണ്ട് മേളിൽ എനിക്കൊരു ലീൻ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അതിലൊരു ചാർജ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്ഡ് എമൗണ്ട് മേളിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ വരാണെന്നുണ്ടെങ്കിൽ കോടതി എന്ത് ചെയ്യും? ദ കോർട്ട് ക്യാൻ ഡയറക്ട് ദ പേഴ്സൺ ടു അപ്പിയർ ആൻഡ് പ്രൂവ് ഹിസ് ക്ലെയിം. വെറുതെ അങ്ങനെ ഒരാൾ ക്ലെയിം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇതാവില്ലല്ലോ, ആ ഒരു ക്ലെയിം പ്രൂവ് ചെയ്യാനായിട്ട് പറയും. അതാണ് 46Dയിൽ പറയുന്നത്. ഇനി 46E ഓർഡർ ആസ് റിഗാർഡ് തേർഡ് പേഴ്സൺസ്. അപ്പൊ ഇങ്ങനെ ഒരു ക്ലെയിം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഓർഡർ ആണ് പറയുന്നത്, ഓർഡർ ആസ് റിഗാർഡ് ടു തേർഡ് പേഴ്സൺസ്. സോ ആഫ്റ്റർ ഹിയറിംഗ് ടു തേർഡ് പാർട്ടി, അല്ലെങ്കിൽ മറ്റ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ഹിയർ ചെയ്തതിന് ശേഷം കോടതി ഒന്നില്ലെങ്കിൽ ആ ക്ലെയിം അലൗ ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്യും, അല്ലെങ്കിൽ ഡിഗ്രി ഹോൾഡറോട് ഡിഗ്രി ഹോൾഡറിന് കാശ് കൊടുക്കാൻ പറയും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്താണോ ജസ്റ്റിസ് ആ ഒരു രീതിയിൽ വരുന്ന ആ ഒരു ഓർഡർ പാസ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി 46Fലാണ്, സോറി അതിന് മുന്നായിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ഓർഡർ, ഈ ഒരു 46Eയുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആ ഒരു ഡെറ്റിന്റെ മേളിൽ ആർക്കെങ്കിലും ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു റൂൾ വന്നിട്ടുള്ള 46E എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കാം, 46F ആണ്, പേയ്മെന്റ് ബൈ ഗാർണിഷി ടു ബി എ വാലിഡ് ഡിസ്ചാർജ്. അതായത് if the court finds that the garnishee owes money to the judgment debtor, judgment debtorന് കാശ് കൊടുക്കാനുണ്ട് എന്ന് കോടതി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഗാർണിഷി ജഡ്ജ്മെന്റ് ഡെറ്ററിന് കാശ് കൊടുക്കാനുണ്ടെന്ന് കോടതിക്ക് മനസ്സിലായാൽ, ഇറ്റ് മേ ഓർഡർ ദ ഗാർണിഷി ടു പേ ദ എമൗണ്ട് ഇൻ ടു ദ കോർട്ട്. കോടതി ആ ഒരു എമൗണ്ട് കെട്ടിവെക്കാനായിട്ട് പറയും. സോ ഇഫ് ദ ഗാർണിഷി ഫെയിൽസ് ടു കംപ്ലൈ, ഗാർണിഷി ഒരു എമൗണ്ട് കൊടുക്കുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ the order can be executed against him like a decree. ഒരു ഡിക്രി പോലെ തന്നെ ഈ ഗാർണിഷിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി 46G ആണ് കോസ്റ്റ്. കോസ്റ്റ് എന്താണ്? അതായത് നമ്മൾ ഈ എന്ത് പ്രൊസീഡിങ്സ് ആണെങ്കിലും അതിലൊരു കോസ്റ്റ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, കോടതിയുടെ ആ ഒരു ഫയലിംഗ് എക്സ്പെൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ദ കോർട്ട് ഹാസ് ഡിസ്ക്രീഷൻ ടു ഡിസൈഡ് who should bear the cost of garnishee proceedings. അപ്പൊ എല്ലാ കേസ് പോലെ തന്നെ ഗാർണിഷി പ്രൊസീഡിങ്സിന് ഒരു കോസ്റ്റ് ഉണ്ട്. ഈ കോസ്റ്റ് ആര് കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഇമ്പോസ് ചെയ്യേണ്ടത് ഡിഗ്രി ഹോൾഡറിന്റെ മേളിലോ അല്ലെന്നുണ്ടെങ്കിൽ ഗാർണിഷിയോടോ, അല്ലെങ്കിൽ അപ്പോൺ ആ ഒരു സർക്കംസ്റ്റൻസസ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു പേഴ്സണോട് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ് അത് ഇമ്പോസ് ചെയ്യാം ആ ഒരു കോസ്റ്റ്. ഇതാണ് 46Gയിൽ നമ്മൾ പറയുന്നത്. ഇനി 46H ആണ് അപ്പീലുകളെ പറ്റിയിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച 3 റൂളുകളിൽ അപ്പീൽ പോകാനുള്ളതാണ് ഈ പറയുന്നത്. സോ ഇഫ് ദ ഗാർണിഷി pays the amount or delivers a property to the court as directed, he is fully discharged from the liability. അല്ലെ, അതായത് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞു അല്ലെ. പക്ഷെ ഇൻ കേസ് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ പോകാൻ പറ്റും. സോ റൂൾ 46Bയും റൂൾ 46Cയും അതുപോലെ തന്നെ 46E, ഈ 3 റൂൾസിന്റെ അണ്ടറിൽ പാസ് ചെയ്തിട്ടുള്ള ഒരു ഓർഡർ അതെന്ത് ചെയ്യാം, അതിന് മേളിൽ നമുക്ക് അപ്പീൽ പോകാൻ പറ്റും. സോ ദീസ് ഓർഡേഴ്സ് ആർ ട്രീറ്റഡ് ആസ് ഇഫ് ദേ വെർ ഡിക്രീസ്. ഈ 3 റൂളിൽ പറയുന്ന കോടതി പാസ് ചെയ്യുന്ന ഓർഡറിനെ നമ്മളൊരു ഡിക്രി ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു എങ്ങനെയാണോ നമ്മളൊരു ഡിക്രിയുടെ മേളിൽ അപ്പീൽ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് 46Hൽ പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെ തന്നെയാണ്, an order made under rule 46B, rule 46C or rule 46E shall be appealable as a decree. ഒരു ഡിക്രി പോലെ തന്നെ അത് അപ്പീൽ പോകാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം റൂൾ 46 സിയുടെ അണ്ടറിൽ ഒരു റൂള് ഇത് പാസ്സാക്കി അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചതിന് ശേഷം ഇങ്ങനെ കൊടുക്കണം എന്ന് പറയുകയാണെന്നുണ്ട്, കോടതി ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗാർണിഷി ഇപ്പൊ ഇതിൽ ഡിസാറ്റിസ്ഫൈഡ് ആണ്, ഈ ഒരു ഡിസിഷൻ വെച്ച് ഡിസാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ഫയൽ ആൻ അപ്പീൽ ബിക്കോസ് ഓർഡർ അണ്ടർ റൂൾ 46C ഇസ് അപ്പീലബിൾ ആസ് എ ഡിക്രി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആൻസർ.
സോ അങ്ങനെ നമുക്ക് 46B ആണെങ്കിലും 46E ആണെങ്കിലും 46E ആണെങ്കിലും നമുക്കൊരു ഡിഗ്രിയുടെ മേളിൽ എങ്ങനെയാണോ അപ്പീൽ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷനാണ് 46H പറയുന്നത്. ഇനി ലാസ്റ്റ് ആണ് 46I ആണ്, ആപ്ലിക്കേഷൻ ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്. അപ്പം എന്തൊക്കെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്? ചെക്ക്, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇതൊക്കെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റൂളിൽ പറയണത്, അതായത് ഒരു ജഡ്ജ്മെന്റ് ഡെറ്ററിന് ബിലോങ്ങിങ് ചെയ്യുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിക്കോട്ടെ, ഇപ്പം അതാണ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതും ഈ സെയിം പ്രൊസീജിയർ, ഈ ഒരു ഗാർണിഷി പ്രൊസീഡിങ്സ് അതിനും ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ ഈ ഒരു സെയിം ഗാർണിഷി പ്രൊസീജിയേഴ്സ് അതിനും ഉപയോഗിക്കാം. ഇപ്പൊ റൂൾ 51 അണ്ടറിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും ഈ സെയിം ഗാർണിഷി പ്രൊസീഡിങ്സ് ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയും ബിയും ഉണ്ട്. എ ആണ് ഇവിടുത്തെ ഡിഗ്രി ഹോൾഡറും ജഡ്ജ്മെന്റ് ഡെറ്റർ എന്ന് പറയുന്നത് ബി ആന്ന് വെക്കാം. 2 ലക്ഷം രൂപയാണ് ഇവിടുത്തെ കാര്യം. ഇപ്പൊ ഇവിടെ സി എന്ന് പറയുന്നത് ഗാർണിഷിയുമാണ്. സോറി, ഗാർണിഷി അല്ല. ഇപ്പൊ സി എന്ന് പറയുന്ന ഒരാൾക്ക് ബിയുടെ ഒരു പ്രോമിസറി നോട്ട് കയ്യിലിരിപ്പുണ്ട്, 2 ലക്ഷം രൂപയുടെ തന്നെ. അപ്പൊ കോടതിക്ക് എന്ത് ചെയ്യാം? ക്യാൻ അറ്റാച്ച് ദ പ്രോമിസറി നോട്ട് അണ്ടർ റൂൾ 51. റൂൾ 51ന്റെ അണ്ടറിൽ ഈ പറയുന്ന പ്രോമിസറി നോട്ട് അറ്റാച്ച് ചെയ്യുകയും റൂൾ 46I പ്രകാരം കോടതിക്ക് എന്ത് ചെയ്യാം? ഈ ഗാർണിഷി പ്രൊസീഡിങ്സ് അപ്ലൈ ചെയ്യാം ഇതില്. ആൻഡ് ഡയറക്ട് സി ടു പേ ദ എമൗണ്ട് ടുവേർഡ്സ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എസ് ഡിഗ്രി ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ബി. ആ ഒരു പ്രോമിസറി നോട്ടിലുള്ള എമൗണ്ട് എന്താ ഈ ഡിഗ്രി ജഡ്ജ്മെന്റ് ഡെറ്ററിന് കൊടുക്കാതെ, അതായത് ബിക്ക് കൊടുക്കാതെ എ ആയിട്ടുള്ള ഡിഗ്രി ഹോൾഡറിന് അത് കൊടുക്കാൻ പറയാനായിട്ട് പറ്റും. ഈ സെയിം പ്രൊസീഡിങ്സ്, അതായത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗാർണിഷി പ്രൊസീഡിങ്സ് ആപ്ലിക്കബിൾ ആണെന്നുള്ളതാണ് ഈ 46I പറയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മളുടെ നോട്ടീസ് ടു അല്ലെങ്കിൽ ഗാർണിഷി പ്രൊസീഡിങ്സിന്റെ ഓരോ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗാർണിഷി പ്രൊസീഡിങ്സ്. എന്താണ് ഗാർണിഷി, ആരാണ്, എങ്ങനെയാണ് അതിന്റെ പ്രൊസീഡിങ്സ്, ആരാണ് ഗാർണിഷി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.